വെൽക്കം ടു ദ കെമിസ്ട്രി ക്ലാസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂൾ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് പോളിമേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ രണ്ട് ഭാഗങ്ങൾ, ഇൻട്രൊഡക്ഷൻ ടു ദ ഓർഗാനിക് കെമിസ്ട്രി അതുപോലെ റീഫ്രാക്ടറീസ് എന്നീ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി ഓഫ് ഗ്ലാസ് ആണ്. ഗ്ലാസ് എന്നാൽ എന്താണ്? ഗ്ലാസിൻ്റെ രസതന്ത്രം എന്താണ്? ഗ്ലാസ് ഈസ് an amorphous, hard, brittle, transparent, supercooled liquid of infinite viscosity. ഗ്ലാസ് ഈസ് an amorphous material. ഗ്ലാസ് ഒരു അമോർഫസ് മെറ്റീരിയലാണ്. അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ഘടനയില്ലാത്ത, വ്യക്തമായ ഷേപ്പില്ലാത്ത എന്നൊക്കെ അർത്ഥത്തിലാണ് അമോർഫസ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്ലാസ് ഒരു സോളിഡാണ്, അതുകൊണ്ട് ഗ്ലാസ് ഈസ് എൻ അമോർഫസ് സോളിഡാണ് എന്ന് വെച്ചാൽ വ്യക്തമായ ക്രിസ്റ്റൽ ഘടന പറയാൻ പറ്റാത്ത ഒരു സോളിഡാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ ഹാർഡാണ്, നല്ല കാഠിന്യമുള്ള ആളാണ്. നമുക്കറിയാം വജ്രത്തിന് താഴെ കാഠിന്യമുള്ള ഒരു വസ്തുവാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടിലാണ്, പൊട്ടുന്ന വസ്തുവാണ്. ട്രാൻസ്പെറൻ്റ് ആണ്, സുതാര്യമാണ്, ഇപ്പുറത്തുനിന്ന് നോക്കിയാൽ അപ്പുറം കാണുന്ന വസ്തുവാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതുപോലെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓഫ് ഇൻഫിനിറ്റ് വിസ്കോസിറ്റി. ഗ്ലാസ് എന്ന് പറയുന്നത് അനന്തമായ വിസ്കോസിറ്റി ഉണ്ടായിരുന്ന ഒരു ലിക്വിഡിനെ തണുപ്പിച്ചിട്ട് കിട്ടിയ വസ്തുവാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്ലാസിൻ്റെ നിർമ്മാണമൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഗ്ലാസ് ഒരു കുഴമ്പ് മോഡലാണ് കിട്ടുക, എന്ന് വെച്ചാൽ ഗ്ലാസ് ഒരു ലിക്വിഡാണ്, നല്ല കുഴമ്പ് പോലെ ആയതുകൊണ്ട് എന്താണ് ഇൻഫിനിറ്റ് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒഴുകാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുഴമ്പ് പോലെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒഴുകാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള, അങ്ങനെ അനന്തമായ വിസ്കോസിറ്റിയുള്ള ഒരു ലിക്വിഡായിരുന്ന ഒരാളെ തണുപ്പിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ദ അപ്രോക്സിമേറ്റ് ഫോർമുല ഓഫ് ഗ്ലാസ് ഈസ് XM2O YM-O 6SiO2. ഗ്ലാസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് XM2O YM-O 6SiO2 എന്നാണ്. ഇവിടെ XY എന്നുള്ള അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇൻ്റഗ്രൽ നമ്പേഴ്സാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും എണ്ണൽ സംഖ്യയാണ്, 1, 2, 3 അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. M എന്ന് പറഞ്ഞത് അതിൽ ഒന്നാമത്തെ XM2 M എന്ന് ഉദ്ദേശിക്കുന്നത് മോണോ വാലൻ്റ് മെറ്റൽ ലൈക്ക് സോഡിയം പൊട്ടാസ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസി ഒന്നായിട്ടുള്ള ലോഹമാണ്. ഉദാഹരണത്തിന് സോഡിയം പൊട്ടാസ്യം. വാലൻസി ഒന്നാകുക എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ലോഹങ്ങളാണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം അങ്ങനെയുള്ളവരാണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യമാണ് എമ്മിന് പകരമായിട്ട് വരിക. അപ്പോൾ XM2 സ്ഥാനത്ത് Na ആണ് വരുന്നെങ്കിൽ XNA2O എന്ന് വരും, അല്ലെങ്കിൽ XK2O എന്ന രീതിയിലായിരിക്കും വരിക. അതേപോലെ M- എന്ന് പറയുന്നത് ബൈവാലൻ്റ് മെറ്റൽ ലൈക്ക് കാൽസ്യം, ലെഡ്, സിങ്ക്. വാലൻസി രണ്ടായിട്ടുള്ള, സംയോജകത രണ്ടായിട്ടുള്ള, രാസപ്രവർത്തനത്തിൽ 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന ആറ്റങ്ങളായിട്ടുള്ള ആളുകളാണ്, ലോഹങ്ങളാണ് M- പകരം വരാറുണ്ട്. ഒന്നിലേക്ക് കാൽസ്യം വരും, അല്ലെങ്കിൽ ലെഡ് വരും, അല്ലെങ്കിൽ സിങ്ക് വരും. പിന്നെ 6SiO2 ആണ്. SiO2 എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കറിയാം സിലിക്ക എന്ന് പറഞ്ഞ ആളാണ്. സിലിക്കൻ്റെ കോമ്പൗണ്ടാണ് സിലിക്ക എന്ന് വെച്ചാൽ നമ്മളുടെ മണലിലൊക്കെ കാണുന്ന ആളാണ് ഈ SiO2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഫോർമുലയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഗ്ലാസ് ഒരു അമോർഫസ് മെറ്റീരിയലാണെന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ഘടന പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്രിസ്റ്റലിന് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആറ്റങ്ങൾ കൃത്യമായിട്ട് എത്രയാണെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ് ഫോർമുലാക്കി നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു സമവാക്യം എന്ന രീതിയിൽ അതിൻ്റെ നമ്മളതിൻ്റെ ഫോർമുല പറഞ്ഞിട്ടുള്ളത്, കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഗ്ലാസിൻ്റെ ഒരു ഫോർമുല എന്ന്. അവിടെ XY എന്നുള്ളത് 1, 2 അങ്ങനെയുള്ള ഏതെങ്കിലും എണ്ണൽ സംഖ്യ ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് നോക്കാം ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണ്. ഗ്ലാസ്സിന് എന്താണ് പ്രത്യേകത? നമ്മൾ ഒരുപാട് മേഖലയിൽ ഗ്ലാസ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഗ്ലാസിൻ്റെ ഉപയോഗത്തിൽ ഏറ്റവും വലിയൊരു ഉപയോഗമാണ് നമുക്കറിയാം ഗ്ലാസ് സുതാര്യമാണെന്നുള്ളതാണ്. ഇപ്പുറത്ത് നോക്കിയാൽ അപ്പുറം കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് നോക്കാം. ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്താണ് ഇറ്റ് ഈസ് ഹാർഡ്, ബ്രിട്ടിൽ, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. ഒന്ന്, ഗ്ലാസ് വളരെ ഹാർഡായൊരു മെറ്റീരിയൽ, നല്ല കാഠിന്യമുള്ള വസ്തുവാണ്. ഗ്ലാസ്സിന് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഗ്ലാസ് എന്ന് പറഞ്ഞ വസ്തുവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന വസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് ഒന്ന് മെറ്റീരിയലുള്ളത് വജ്രമാണ്. ബാക്കി ആർക്കും ഒരു ആക്സോംബ്ലോയിഡായിട്ട് ഗ്ലാസ് നമുക്ക് മുറിക്കാൻ പറ്റില്ല, കാരണം ആക്സോംബ്ലോയിഡിനേക്കാൾ കൂടുതൽ കാഠിന്യമുള്ള വസ്തുവാണ് ഗ്ലാസ് എന്ന്. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്.
അപ്പോൾ ആ ഒരു ഗുണം നമ്മൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ആ ഗ്ലാസിൻ്റെ ഹാർഡ്നെസ്സിന്. അതേപോലെ തന്നെ അടുത്തത് ബ്രിട്ടിലാണ്, പൊട്ടുന്ന ആളാണ്. പോലെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്, സുതാര്യമാണ്. നമുക്ക് പലയിടത്തും എന്ത് ചെയ്യുന്നു, കാറ്റ് പിന്നെ വെള്ളമൊന്നും അകത്തേക്ക് വരരുത്, എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, വെളിച്ചം അകത്തോട്ട് വരണം. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ഗ്ലാസ്സിന് വെക്കാറുണ്ട്. നമ്മളൊരു ഉപയോഗത്തിന് വളരെ ഗുണം ചെയ്തതാണ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണെന്നുള്ളത്. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എയർ, വാട്ടർ ആൻഡ് ആസിഡ്സ് എക്സെപ്റ്റ് HF. ഈ ഗ്ലാസ് എന്നുള്ളത് വായുവുമായിട്ടൊന്നും രാസപ്രവർത്തനത്തില്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയെങ്കിൽ വീടിൻ്റെ പുറത്തൊക്കെ ജനലായിട്ട് ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള വായു എത്ര തവണ തട്ടിയെന്ന് പോലും വായുവുമായിട്ട് കോണ്ടാക്റ്റ് വന്നാൽ പോലും ഗ്ലാസ്സിനൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഗ്ലാസ് എയറുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല, വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല, ആസിഡുകളുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാറില്ല, സാധാരണ രീതിയിലുള്ള ബേസുകളുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കെമിക്കലിനെയും ഗ്ലാസ് ബോട്ടിലുകളിൽ എടുക്കും. ഇവിടെ ഒരാളെ കൃത്യമായിട്ട് പറഞ്ഞു എക്സെപ്റ്റ് HF ആണ്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡിന് ഒഴികെയുള്ള ബാക്കി ആസിഡുകളുമായിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് HF എന്ന് പറയുന്ന ആസിഡ് ഗ്ലാസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ്. അതിനെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ്, സെല്ലുലോസ് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുക്കാറ്, ഗ്ലാസ് ബോട്ടിൽ എടുക്കാറില്ല. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി മോൾഡ് ഇൻ ടു എനി ഷേപ്പ്. ഗ്ലാസ്സിന് നമുക്ക് ഏത് ഷേപ്പിലേക്ക് മോൾഡ് ചെയ്തെടുക്കാം. നമുക്കറിയാം ഗ്ലാസ് കൊണ്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബൾബ് പോലെയും അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കാരണം ഗ്ലാസ് ഒരു കുഴമ്പ് പോലെയുള്ള കട്ടിയുള്ള വിസ്കോസിറ്റി കൂടിയൊരു വസ്തു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ കിട്ടിയ മെറ്റീരിയലിനെ തണുപ്പിച്ചിട്ടാണ് നമ്മൾ ഗ്ലാസ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലേക്കും അതിനെ ഉണ്ടാക്കാം. ഊതി വീർപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം, വളയങ്ങൾ പോലെ രീതിയിൽ ഉണ്ടാക്കാം. ഏത് ഷേപ്പിലേക്കും ഗ്ലാസ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തൊരു പോയിൻ്റാണ് ഇറ്റ് ക്യാൻ അബ്സോർബ്, റിഫ്ലക്റ്റ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ലൈറ്റ്. ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗ്ലാസ്സിന് വെളിച്ചത്തിനെ ആഗിരണം ചെയ്യാൻ പറ്റും, റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, പ്രതിഫലിപ്പിക്കാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും, അതിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തോട്ട് കടത്തിവിടാനും കഴിയും. 3 ഗുണങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. എയറിനെ അല്ലെങ്കിൽ ലൈറ്റിനെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ പ്രതിഫലിപ്പിക്കാൻ കഴിയും, അതുപോലെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടിട്ട് അപ്പുറത്തോട്ട് കടത്തി വിടാനും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യാനും ഗ്ലാസ്സിന് സാധിക്കുന്നുണ്ട്. അടുത്തൊരു പ്രത്യേകമാണ് ഇറ്റ് ഈസ് എ ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. വൈദ്യുതിയുടെ ഒരു നല്ലൊരു പ്രതിരോധമാണ്, വൈദ്യുതി കടത്തി വിടാത്ത ഒരാളാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇതുകൂടാതെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഗ്ലാസ്സിനുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം ടൈപ്സ് ഓഫ് ഗ്ലാസ്സസ്. വ്യത്യസ്ത തരത്തിലുള്ള ഗ്ലാസ്സുകളെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. നമ്മളുടെ ഉപയോഗത്തിലുള്ള വ്യത്യസ്ത ഗ്ലാസ്സുകളെ കുറിച്ചാണ് നമുക്കിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമത് പറയാൻ പോകുന്നത് സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന പേരിലാണ്. സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ്. ഈ സോഡ എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയത്തിന് കോമ്പൗണ്ടുകൾ വരുമ്പോഴാണ് നമ്മൾ സോഡ എന്നുള്ള പ്രയോഗം പറയാറുള്ളത്. നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് NaOHന് വിളിക്കാറുണ്ട്. വാഷിംഗ് സോഡ എന്നുള്ളതിന് സോഡിയം കാർബണേറ്റ് നമ്മൾ വിളിക്കാറുണ്ട്. ബേക്കിംഗ് സോഡ എന്നുള്ളതിന് സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ ബേക്കിംഗ് സോഡ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സോഡ എന്നുള്ള പ്രയോഗം സോഡിയം ഉള്ളത് കൊണ്ടാണ്. സോഫ്റ്റ് ഗ്ലാസ്സാണ്. ഗ്ലാസ്സുകളിലെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പ് ഗ്ലാസ്സാണ്. നമുക്കറിയാം നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗം നമ്മളുടെ ജനലുകൾക്കൊക്കെ ഇടുന്ന ഗ്ലാസ്സുകൾ, അതേപോലെ സാധാരണ കുപ്പികൾ, ബൗളുകൾ, ഡിഷുകൾ, നമ്മൾ കള്ളിൻ്റെ കുപ്പി, സോഡയുടെ കുപ്പി ഒക്കെ നിർമ്മിക്കുന്ന കട്ടിയുള്ള ആ ഗ്ലാസ്സുകൾ, കനമുള്ള ഗ്ലാസ്, അതാണ് സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ഗ്ലാസ്സിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഒന്നാമത്തത് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സോഡിയം ആൻഡ് കാൽസ്യം സിലിക്കേറ്റാണ്. സോഡിയത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും സിലിക്കേറ്റുകളാണ് ഈ സോഡ ഗ്ലാസ് എന്ന് പറയുന്നത്. സോഡിയത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും സിലിക്കേറ്റുകളുടെ ഒരു മിശ്രിതമാണ് ഈ ഗ്ലാസ് എന്ന് പറയുന്നത്. ദ റോ മെറ്റീരിയൽസ് ആർ Na2CO3, CaCO3 ആൻഡ് സാൻഡ്. ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഗ്ലാസ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് Na2CO3 സോഡിയം കാർബണേറ്റ് ആണ്, രണ്ടാമത്തെ CaCO3 ആണ് കാൽസ്യം കാർബണേറ്റ്, അതേപോലെ സാൻഡ് മണലാണ്. നമുക്കറിയാം മണലുള്ള ആളാണ് നേരത്തെ പറഞ്ഞു സിലിക്ക എന്ന് പറഞ്ഞത്. സിലിക്കേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് മണലിൽ നിന്നാണ് വരുന്നത്. അപ്പം ഈ 3 ആൾക്കാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളാണ്. ഇനി ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ഫോർമുല ഈസ് Na2O CaO 6SiO2. നേരത്തെ നമ്മളൊരു ഗ്ലാസ്സിന് അപ്രോക്സിമേറ്റ് ഫോർമുല പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ ഫോർമുലയിൽ M എന്നുള്ളിടത്ത് സോഡിയം വന്നിട്ടുണ്ട്, M' എന്നുള്ളിടത്ത് കാൽസ്യം വന്നിട്ടുണ്ട്,
എക്സിൻ്റെ വൈൻ്റെയും സ്ഥാനത്ത് 1 എന്നുള്ള ഇൻ്റഗ്രൽ നമ്പറും വന്നിട്ടുള്ള ഒരു ഫോർമുലയാണ് നമുക്കിവിടെ സോഡ ഗ്ലാസ്സിന് കിട്ടുന്നത്. Na2O CaO 6SiO2 എന്നുള്ളതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അടുത്തൊരു പോയിൻറ്റ്, ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഗ്ലാസ്സാണ്. ഗ്ലാസ്സുകളിൽ ഏറ്റവും വില കുറവുള്ള ഗ്ലാസ്സാണ് ഇത് നമ്മളിപ്പോൾ ഈ പറയുന്ന സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയും. അതുപോലെ യൂസസ് ഇതിനെവിടെയൊക്കെ ഉപയോഗിക്കുന്നു? ഫോർ മേക്കിംഗ് വിൻഡോ ഗ്ലാസ്, ജനലിൻ്റെ ചില്ലുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബോട്ടിൽസ് കുപ്പികളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി, ജാറുകളായിട്ട് നിർമ്മിക്കാൻ വേണ്ടി, ഡിഷുകളായിട്ട് നിർമ്മിക്കാൻ. നമുക്കറിയാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ ടംബ്ലർ ഗ്ലാസ്, അത് ഈ സോഡ ഗ്ലാസ്സാണ്. അതേപോലെ പ്ലേറ്റുകൾ ഉണ്ടാവാറുണ്ട്, ബോളുകൾ ഉണ്ടാവാറുണ്ട്, ഡിഷുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഈ കുപ്പികളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാം എന്താണ് ഈ ആ കട്ടിയുള്ള ഗ്ലാസ്സിൽ വരുന്ന ആളുകളൊക്കെ എന്താണ് സോഡ ഗ്ലാസ്സിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. രണ്ടാമത്തെ ഒരു ഗ്ലാസ് നോക്കാം, ഒരു ഇമ്പോർട്ടൻ്റ് ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൻ്റെ പേരാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് എന്നുള്ള പേരും കൂടെയാണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, ഈ ഒരു പേര് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കെമിസ്ട്രി ലാബിലുള്ള എക്യുപ്മെൻറ്റ്സുകൾ, ബ്യൂററ്റ്, പിപ്പറ്റ്, കോണിക്കൽ ഫ്ലാസ്ക്, ബീക്കർ, അതുപോലൊക്കെ നമ്മൾ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോറോസിൽ എന്നുള്ളൊരു പേരുണ്ടാവും, അതതിൻ്റെ ഒരു കമ്പനി പേരിൽ കൊടുത്തതാണ്. പക്ഷേ ആ ബോറോസിൽ എന്നുള്ള പ്രയോഗം വരുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകൾ എന്നുള്ളതാണ്. അവിടെയുള്ള മെറ്റീരിയൽസുകൾ ബോറോസിൽ എന്ന് എഴുതിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റുകളും ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന് മറ്റൊരു പേരാണ് പൈറക്സ് ഗ്ലാസ് എന്നുള്ള പേര്. അപ്പോൾ ഇതിനെ നോക്കാം. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് സോഡിയം അലൂമിനിയം ബോറോസിലിക്കേറ്റ് ആണ്. സോഡിയത്തിൻ്റെയും അലൂമിനിയത്തിൻ്റെയും ബോറോസിലിക്കേറ്റിൻ്റെ മിക്സറാണിത്. അപ്പോൾ നേരത്തെ അവിടെ സോഡിയം കാൽസ്യമാണ് പറഞ്ഞത്, കാൽസ്യത്തിൻ്റെയും സിലിക്കേറ്റാണ് സോഡ ഗ്ലാസ് എന്ന് പറഞ്ഞു. ഇവിടെ വ്യത്യാസമുണ്ട്, സോഡിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയും ബോറോസിലിക്കേറ്റുകളാണ് ഇവിടുത്തെ മിക്സറായിട്ട് വരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇൻ ഹൈ ടെമ്പറേച്ചർ. നല്ല ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, ഗ്ലാസ് പൊട്ടാതെ നിലനിൽക്കാൻ പറ്റുന്നൊരു ഗ്ലാസ്സാണ്. നമുക്കറിയാം സോഡ ഗ്ലാസ്, വിൻഡോ ഗ്ലാസ്സുകളൊക്കെ അധികം ചൂട് താങ്ങില്ല, ഒരു 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ ചൂടൊക്കെ എത്തുമ്പോഴത്തേനും ഗ്ലാസ് പൊട്ടും. എന്നാൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആ ഗ്ലാസ്സുകൾ നമുക്കൊരു ഒരു 400-500 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ചൂട് കൊടുത്താൽ പോലും പൊട്ടാതെ നിൽക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകളാണ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഹാവ് ഹൈ കെമിക്കൽ ഇനർട്ട്നെസ്. ഗ്ലാസ്സുകളിൽ തന്നെ കെമിക്കൽസുമായിട്ടുള്ള രാസപ്രവർത്തന ശേഷി വളരെ കുറഞ്ഞ ആളാണ് ആര്, ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. അപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളിൽ വെച്ചിട്ട് രാസപ്രവർത്തന ശേഷി ഏറ്റവും കുറവുള്ള ഗ്ലാസ്സാണ്. അതുകൊണ്ടാണ് കെമിസ്ട്രി ലാബിൽ നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റിനും റിയാക്ഷനൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ഈ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സുകളിൽ ഉണ്ടാക്കിയ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടാക്കിയാൽ പോലും ഇതിൻ്റെ ഉള്ളിലുള്ള കെമിക്കലുകൾ ഈ ഗ്ലാസ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതാണ് ഈ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇറ്റ് ഹാവ് ലോ കോയിഫിഷ്യൻറ്റ് ഓഫ് എക്സ്പാൻഷൻ. ചൂട് കൂടുമ്പോൾ വികസിക്കുന്ന ആ ഒരു പ്രതിഭാസം ഇതിന് വളരെ കുറവായിരിക്കും. ഗ്ലാസ്സിനത് കുറവാണ്. ഗ്ലാസ്സുകളിൽ തന്നെ ഏറ്റവും കുറവുള്ള, ചൂട് കൂടുമ്പോൾ വികസിക്കുന്ന ആ സ്വഭാവം ഏറ്റവും കുറവുള്ള ഒരു ഗ്ലാസ്സാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇതിന് ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസസ് ആണ്. ഫോർ മേക്കിംഗ് ലബോറട്ടറി ഗ്ലാസ് വെയർ. ലബോറട്ടറിയിലുള്ള ഗ്ലാസ് വെയർ ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കെമിസ്ട്രി ലാബിലുള്ള അപ്പാരറ്റസുകളൊക്കെ നിർമ്മിക്കാൻ. അതുപോലെ ടെലിവിഷൻ ട്യൂബ് എന്നാണ്. ടെലിവിഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ പഴയ ആ വലിയ കാഥോഡ് ടി വിയിൽ, വലിയ ടി വി, ആ ടി വിക്കകത്ത് ഉള്ള പിക്ചർ ട്യൂബ് എന്നാണ് ടെലിവിഷൻ ട്യൂബ് എന്ന്. പിക്ചർ ട്യൂബ് നമുക്കറിയാം നന്നായിട്ട് ചൂടാവും. ആ പിക്ചർ ട്യൂബ് നിൽക്കുന്ന ആ ഭാഗത്തെ ഗ്ലാസ് നിർമ്മിച്ചിരിക്കുന്നത് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സാണ്. അതുപോലെ കിച്ചൺ വെയർ, ഇതേപോലെ ചൂടാക്കുന്ന രീതിയിലുള്ള പാത്രങ്ങളൊക്കെ ഉള്ള നിർമ്മിക്കുന്നതും ഈ ഗ്ലാസ്സുകളെ കൊണ്ടാണ്. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ് ഫോർ കൊറോസീവ് ലിക്വിഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ പലതരത്തിലുള്ള ലിക്വിഡുകൾ, സോൾവെൻറ്റുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. ഈ ചില ലിക്വിഡുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറയാം ഈ സസ്പെൻഷൻ ഓയിലുകൾ, ഗിയർ ഓയിലുകൾ, എൻജിൻ ഓയിലുകൾ പോലെയുള്ള ഒരുപാട് ഓയിലുകൾ നമ്മൾ നിർമ്മിക്കാം. ഈ ഇതേപോലെയുള്ള ഏതെങ്കിലും ഓയിലുകൾ ചിലപ്പോൾ മെറ്റൽസ്മേലൊക്കെ നല്ല തുരുമ്പ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓയിലുകളാവാം, ലിക്വിഡുകളാവാം. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ആ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പൈപ്പ് ലൈനുകൾ നിർമ്മിക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അടുത്തൊരു ഉപയോഗം. ഇനി അടുത്തത് നമുക്കറിയാം, മൂന്നാമത്തെ തരത്തിൽപ്പെട്ട ഒരു ഗ്ലാസ്സാണ് സേഫ്റ്റി ഗ്ലാസ്, സുരക്ഷാ ഗ്ലാസ്സുകൾ എന്ന് പറയുന്നത്.
ഇത് നമുക്കറിയാം, നമ്മൾ പൊതു രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഗ്ലാസ്സാണ്. സുരക്ഷാ ഗ്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ മുന്നിലുള്ള മുന്നിൽ ഗ്ലാസ് ഉണ്ടാവും, സൈഡുകളിലൊക്കെ ഗ്ലാസ് ഉണ്ടാവും. വിൻഡ് ഷീൽഡ് എന്ന് പറയും, എന്ന് വെച്ചാൽ കാറ്റിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്ലാസ്സുകളൊക്കെ നിർമ്മിക്കുന്നത് സേഫ്റ്റി ഗ്ലാസ്സുകളായിട്ടാണ്. സുരക്ഷാ ഗ്ലാസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ദ ഗ്ലാസ് ഹൂസ് ബ്രോക്കൺ പീസസ് ഡസ് നോട്ട് ഫ്ലൈ അപ്പാർട്ട് ഓൺ ബ്രേക്കിംഗ്. ഒരു ഗ്ലാസ് പൊട്ടുമ്പോൾ അതിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ ദൂരേക്ക് തെറിച്ച് പോവാത്ത രീതിയിലുള്ള ഗ്ലാസ്സുകളാണ് സേഫ്റ്റി ഗ്ലാസ്സുകൾ. നമുക്കറിയാം, ഒരു കാറിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്, അതിലേക്ക് എന്തെങ്കിലും ആ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വല പോലെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതിന് പീസുകൾ അവിടെ നിന്ന് തെറിച്ച് പോവുകയോ അല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിലേക്ക് വീഴുകയോ കാണില്ല. അവിടെ ഇങ്ങനെ ഒരു പൂത്തിരി കത്തിച്ച പോലെ എന്ത് ചെയ്യുന്നു, ഒരു വല പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഈ വല പോലെ നിൽക്കുന്ന ഗ്ലാസ്സുകളെയാണ് നമ്മൾ ഈ സേഫ്റ്റി ഗ്ലാസ്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ അപ്പോൾ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ പീസ് ആ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിൻ്റെ ശരീരത്തിലേക്ക് വീഴാതെ എന്ത് ചെയ്യുന്നു, അതവിടെ തന്നെ നിന്നോളും. അതേപോലെ പുറത്തുനിന്ന് ആരെങ്കിലും ഗ്ലാസ്സിലേക്ക് വീഴുകയാണെങ്കിൽ പോലും ആ ആളുടെ ശരീരത്തിലും കുത്തിക്കയറാത്ത രീതിയിൽ ഇതൊരു വല പോലെ പൊട്ടിയിട്ട് അങ്ങനെ നിന്നോളും. അത് ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അത്തരം ഗ്ലാസ്സുകൾ അങ്ങനെ നിർമ്മിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം. രണ്ടാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പ്ലേസിങ് എ വിനൈൽ പ്ലാസ്റ്റിക് വിത്ത് അഡ്ഹസീവ് ബിറ്റ്വീൻ 2 ഗ്ലാസ് ഷീറ്റ്. ഇത് നിർമ്മിക്കുന്നത് 2 ഗ്ലാസ് ഷീറ്റുകൾ എടുത്തിട്ട് ആ 2 ഗ്ലാസ് ഷീറ്റിൻ്റെ ഇടയിൽ ഒരു വിനൈൽ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവർ, പോളിവിനൈൽ പോലെയുള്ള PVC മോഡലുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ എടുത്തിട്ട് ആ കവറിൻ്റെ 2 ഭാഗത്തും പശ തേച്ചിട്ട് 2 ഗ്ലാസ്സുകളുടെ ഇടയിൽ വെച്ചിട്ടാണ് ഒട്ടിച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ സേഫ്റ്റി ഗ്ലാസ്സുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെയാണ്. നമുക്ക് നോക്കുമ്പോൾ അത് ഒരു ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും, സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് 2 ഗ്ലാസ് ഷീറ്റ് ഉണ്ട്. അതിന് നടുവിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ട്. അതിൻ്റെ 2 അപ്പുറത്തും പശ തേച്ചിട്ട് ഈ ഗ്ലാസ്സുകളെ ചേർത്തിട്ട് ഒറ്റ വസ്തു പോലെ ആക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാണ് സേഫ്റ്റി ഗ്ലാസ്സുകൾ. അപ്പോൾ നമ്മൾ കാറിൻ്റെയും ഒക്കെ കാണുന്ന, കാറിൽ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ കാണുന്ന ഈ ഗ്ലാസ്സുകൾ, വിൻഡ് ഷീൽഡ്, കാറ്റിന് തടയാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഗ്ലാസ്സുകളൊക്കെ ഈ രീതിയിൽ നിർമ്മിച്ചതാണ്. അതിൻ്റെ യൂസസ് നോക്കാം. ഫോർ മേക്കിംഗ് വിൻഡ് ഷീൽഡ് ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ്. വിമാനത്തിൻ്റെയും വാഹനങ്ങളുടെയും ഒക്കെ കാറ്റിന് തടയാൻ വേണ്ടി അല്ലെങ്കിൽ മുൻഭാഗത്തും സൈഡ് ഭാഗത്തൊക്കെ വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകൾ ഇങ്ങനെ നിർമ്മിക്കുന്നതാണ്. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഒരു സുരക്ഷാ ഗ്ലാസ് തന്നെയാണ്. അതും ഒരു സേഫ്റ്റി ഗ്ലാസ്സിൽ എണ്ണപ്പെട്ട ആൾ തന്നെയാണ്. അതിന് വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ആ ഗ്ലാസ്സുകളുടെ ഇടയിൽ വിനൈൽ പ്ലാസ്റ്റിക്കിന് പകരം നല്ല ശക്തമായ ഇമ്പാക്റ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു ബുള്ളറ്റിന് വരെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് അവിടെ വിനൈൽ പ്ലാസ്റ്റിക്കിന് പകരം കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. കെവലാർ പോലെയുള്ള മെറ്റീരിയൽ, ഇപ്പോൾ പോളിമർ മെറ്റീരിയൽ തന്നെയാണ്, ഇതുപോലെ നന്നായിട്ട് കുത്തി ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്തരം മെറ്റീരിയലുകളോ ആണ് അതിൻ്റെ ഇടയിൽ ആ വിനൈൽ പ്ലാസ്റ്റിക്കിന് പകരം വെച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയും. അടുത്തൊരു ഗ്ലാസ് നോക്കാം, ഇൻസുലേറ്റിംഗ് ഗ്ലാസ്. ഇൻസുലേറ്റ് ചെയ്യുന്ന ഗ്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന ഒരാളെ അങ്ങോട്ട് പോകാതെ പ്രതിരോധമായിട്ട് നിൽക്കുന്ന ഗ്ലാസ്സുകളാണ്. ഇത്തരം ഗ്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന, ഈ ഇൻസുലേറ്റിംഗ് ഗ്ലാസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു, ഉള്ളിലുള്ള ചൂടിനെ പുറത്തോട്ട് പോകാതെ നിർത്തുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള തണുപ്പിന് അകത്തോട്ട് വരാതെ നിർത്തുക, ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ഗ്ലാസ്സുകളാണ് ഇൻസുലേറ്റിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും, നമ്മളുടെ വീട്ടിലുള്ള തെർമൽ ഫ്ലാസ്ക്, ചൂടുവെള്ളം വെക്കുന്ന ആ ഫ്ലാസ്കിൻ്റെ ഗ്ലാസ്സുകൾ, അത് ഇൻസുലേറ്റിംഗ് ഗ്ലാസ് ആക്കിയിട്ടാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ 2 or more ഗ്ലാസ് പ്ലേറ്റ് ആർ സെപ്പറേറ്റഡ് ബൈ 6 to 13 mm ആൻഡ് ദ എഡ്ജസ് ആർ സീൽഡ്. ദ ഗ്യാപ്പ് ഈസ് ഫിൽഡ് വിത്ത് ഇനേർട്ട് ഗ്യാസ്. ഈ ഇൻസുലേറ്റിംഗ് ഗ്ലാസ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 ഗ്ലാസ് ഷീറ്റുകൾ എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, 6 മുതൽ 13 mm എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസിലാണ് ഈ ഗ്ലാസ്സുകൾ വെക്കുന്നത്. എന്നിട്ട് ഈ ഗ്ലാസിൻ്റെ എഡ്ജുകളെ എല്ലാ അറ്റഭാഗങ്ങളെയും സീൽ ചെയ്യുന്നു. അപ്പം പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒറ്റ ഗ്ലാസ് ആയിട്ടാണ് തോന്നുന്നതെങ്കിലും 2 ഗ്ലാസ്സുകളുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലുള്ള എയറിന് അങ്ങോട്ട് അവിടുന്ന് വാക്വം വെച്ച് വലിച്ചെടുത്തിട്ട് പകരം ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസോ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസോ അല്ലെങ്കിൽ എയർ ഇല്ലാതെ അല്ലെങ്കിൽ നമ്മളെ മോയ്സ്ചർ ഇല്ലാത്ത ഒരു ഇനേർട്ട് ഗ്യാസിന് അതിനകത്ത് നിറച്ച് കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കാം, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അറിയുന്നതാണ്. അപ്പോൾ ആ ഗ്യാപ്പ്, 2 ഗ്ലാസ്സുകളുണ്ട്, ഗ്ലാസിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പ് ഉണ്ട്, ആ എയർ ഗ്യാപ്പിൽ ഇനേർട്ട് ഗ്യാസാണ് നിറച്ചത്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഇപ്പുറത്തുള്ള
ഹീറ്റിന് ഇപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അതിനെ കണ്ടക്ട് ചെയ്യാൻ ഈ ഗ്ലാസ് കടന്നാൽ പിന്നെ ഒരു എയർ ഗ്യാപ്പാണ്. ആ എയർ ഗ്യാപ്പ് എന്ത് ചെയ്യില്ല, ഈ ഹീറ്റിന് ഇപ്പുറത്തോട്ട് എത്താൻ അനുവദിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന ഗ്ലാസ്സാണ് എന്ത്, ഇൻസുലേറ്റിംഗ് ഗ്ലാസ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ വീട്ടിലുള്ള ഫ്ലാസ്കിൻ്റെ കാര്യം നമുക്ക് വെച്ചാൽ, ഫ്ലാസ്കിൻ്റെ ഉള്ളിലുള്ള ആ ഗ്ലാസ് ഭാഗത്തിന് മെറ്റീരിയലിനെ കണ്ടെടുത്ത് നോക്കിയാൽ ഒരു പാത്രം പോലെ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ വാളുകൾ, അതിൻ്റെ ആ ചുമരുകൾ 2 ഗ്ലാസ്സുകളായിട്ടാണ് ചുമരുകൾ നിൽക്കുന്നതെന്ന് പറയും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ എഡ്ജുകളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും. അതിന് ഏറ്റവും അടിഭാഗത്ത് ഒരു മൊന പോലെ നിൽക്കുന്നത് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ അത് നിർമ്മിച്ച സമയത്ത് അവിടെ ഒരു ഓട്ടയായിരുന്നു. ആ ഓട്ട ഉണ്ടാവുന്ന ഒരു ഓട്ട മാത്രം ബാക്കി വെക്കുന്ന രീതിയിൽ 2 ചുമരുകൾ വരുന്ന രീതിയിൽ ആ പാത്രത്തിനെ നിർമ്മിച്ചിട്ട് ആ ഓട്ടയുടെ ഭാഗത്ത് കൂടെ എയറിനെ വലിച്ചെടുത്തിട്ട് അവിടെ എന്ത് ചെയ്തു, ഇനേർട്ട് ഗ്യാസിനെ നിറച്ചിട്ട് അവിടെ സീൽ ചെയ്തിട്ട് ഒരു മൊന പോലെ അടച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻസുലേറ്റിംഗ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു, ഇനി അതിൻ്റെ ആ പാത്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗം നമ്മളത് ആ ഫ്ലാസ്കിൻ്റെ അടപ്പാണ് അവിടെ വന്നിട്ട് അടഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചുടുവെള്ളം എടുത്തിട്ട് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ചുമരുകളുണ്ട്, ചുമരിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഹീറ്റിന് പുറത്തോട്ട് കടക്കാൻ പറ്റാത്ത രീതി. അതുകൊണ്ട് തെർമൽ ഫ്ലാസ്കിൽ നമുക്ക് ഒരുപാട് നേരത്തേക്ക് ആ ചുടുവെള്ളത്തിൻ്റെ ചൂടിനെ അവിടെ നിർത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻസുലേറ്റിംഗ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂസസ് ഒക്കെ, ഇൻസുലേറ്റിംഗ് ഗ്ലാസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഫോർ മേക്കിംഗ് ഹോട്ട് വാട്ടർ ഫ്ലാസ്ക്, നമ്മൾ പറഞ്ഞ വീട്ടിൽ ഉപയോഗിക്കുന്ന തെർമൽ ഫ്ലാസ്കിൻ്റെ സംഭവം തന്നെ. രണ്ടാമത്തെ ഫോർ മേക്കിംഗ് സെപ്പറേറ്റിംഗ് വാൾ ഫോർ റൂംസ്, റൂമുകളുടെ സെപ്പറേറ്റിംഗ് വാളുകളായിട്ട് നിർമ്മിക്കാൻ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരം സാഹചര്യങ്ങൾ ഇൻസുലേറ്റിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള വാളുകൾ നിർമ്മിക്കാറില്ല. ഇപ്പോൾ വളരെ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് കാശ്മീർ പോലെയുള്ള അല്ലെങ്കിൽ കുളു മനാലിയൊക്കെ പോലെ നമ്മളുടെ നാട്ടിലെ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ എപ്പോഴും എന്ത് ചെയ്യുന്നു, പുറത്തുള്ള തണുപ്പ് റൂമിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലെ റൂമിൻ്റെ ഇടയിലുള്ള ഈ റൂമുകൾക്കിടയിലുള്ള സെപ്പറേറ്റിംഗ് വാളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇൻസുലേറ്റിംഗ് ഗ്ലാസുകളെ കൊണ്ട് നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് 4 തരത്തിൽപ്പെട്ട ഗ്ലാസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഏറ്റവും സാധാരണഗതി കാണുന്ന സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. രണ്ടാമത്തെ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, പൈറസ് ഗ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തെ സേഫ്റ്റി ഗ്ലാസ്. നാലാമത്തത് ഇൻസുലേറ്റിംഗ് ഗ്ലാസ് എന്ന് പറയുന്നു. ഇനി ഗ്ലാസ്സുകളിൽ തന്നെ എണ്ണപ്പെടുന്ന, എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ്സുകളെ പോലെ അല്ലാത്ത വേറൊരു ഗ്ലാസ്സിനെ കുറിച്ചാണ് നമുക്കടുത്ത് പറയാനുള്ളത്. അതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയും. ഒപ്റ്റിക്കൽ ഫൈബർ, ഒപ്റ്റിക്കൽ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒപ്റ്റിക്കൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ കണ്ണടയുമായി ബന്ധപ്പെട്ടതാണ് കേൾക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് കണ്ണടയുമായി ബന്ധപ്പെട്ട സംഭവം അല്ല. ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളുടെ ടെലിഫോൺ കേബിൾ റോഡ് സൈഡിലൂടെ ഒക്കെ കാണാം, ഒരു മയിൽക്കുറ്റി പോലെ കാണാൻ പറ്റും. അവിടെ എഴുതിയിട്ടുണ്ടാകും OFC BSNL എന്നോ OFC റിലയൻസ് എന്നൊക്കെ എഴുതുന്നത് കാണാൻ പറ്റും. നമ്മുടെ കോളേജിലും കാണാൻ പറ്റും. അവിടുത്തെ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് BSNL, OFC, മാദ്യം പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോളേജിന് മുറ്റത്തും ഇതുപോലെയുള്ള ഒരു മയിൽക്കുറ്റി കാണാം. ഈ OFCയിൽ ഉദ്ദേശിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ആ ഒരു ഫൈബറിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയും. അപ്പോൾ പേര് തന്നെ ഉണ്ട്, ഒരു ഫൈബറാണ്. ഫൈബർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് എന്ന അർത്ഥത്തിലല്ല, അവിടെ ഒരു നാര് എന്നുള്ള അർത്ഥത്തിലാണ് ഫൈബർ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കാം. ഇറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് ഫ്ലെക്സിബിൾ ഫൈബർ മെയ്ഡപ്പ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ വളക്കാനും തിരിക്കാനും പറ്റുന്ന രീതിയിൽ, വളച്ചാലും തിരിച്ചാലും പൊട്ടാത്ത രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നാരുകളായിട്ട് നിർമ്മിക്കുന്ന ആളാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇത് എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഷോക്കേസിലൊക്കെ അലങ്കാരത്തിന് വേണ്ടി നമ്മൾ വെക്കാറുണ്ട്. താഴെയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ നിന്ന് ലൈറ്റ് കത്തുന്നുണ്ടാവും. മുകളിലേക്ക് പൂത്തിരി കത്തിച്ച പോലെ ഓരോ പ്ലാസ്റ്റിക് നാരുകളെ കാണാൻ പറ്റും. അടിയിലെ ലൈറ്റ് ഈ നാരുകളുടെ അറ്റത്ത് കൂടെ ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ ഇതാകുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ നാരുകളാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കറിയാം, പഴയ കാലത്ത് നമ്മൾ ടെലിഫോൺ, വീട്ടിലുള്ള ലാൻഡ് ലൈൻ ടെലിഫോണിൻ്റെ ആ മുകളിലൂടെ വരുന്ന കേബിൾ ഉണ്ടാവും. ഒരു ഇരുമ്പിൻ്റെ പോസ്റ്റ് കൊടുത്തിട്ട് അതിൽ മുകളിലൂടെ ഒരു കേബിളായിട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാം താഴെ കൂടെയാണ്, അതിൽ മുകളിലൂടെ ഒരു കേബിൾ വരാറുണ്ട്. ആ കേബിളിൽ ആ കറുപ്പ് നിറത്തുള്ള ആ കേബിൾ എടുത്ത് നോക്കി അതിൽ 3 ലെയറുകൾ കാണാൻ പറ്റും. 2 അറ്റത്ത് ചെമ്പ് കമ്പിയുടെ കോപ്പർ കമ്പികളുണ്ടാവും. നടുഭാഗത്ത് ഒരു വലിയൊരു ഭാഗം കാണാം. അതിൻ്റെ ഉള്ളിൽ കീറി നോക്കി അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള നാരുകളെ കാണാൻ പറ്റും. അതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന നാര് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ശരീരത്തിൽ തട്ടിയ ചൊറിയൊക്കെ ചെയ്യും. അതേപോലെ ഈ സാധനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം എന്താണ് പ്രത്യേകത നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ
ഈസ് സറൗണ്ടഡ് വിത്ത് അനദർ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ വിത്ത് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ ഇവിടെയാണ് ഞാൻ അതിൻ്റെ ഒരു ആ നാരിൻ്റെ ഒരു ഡൈമെൻഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ നാരിൻ്റെ ഡൈമെൻഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു നാരാണ്, ഒരു നാരിനെ വലുതാക്കി നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരാളാണ് അവിടെ ഉള്ള ആൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയലാണ് ആ നാരിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു. ഇനി ആ നാരിൻ്റെ തന്നെ പുറംഭാഗം എന്താണ്, ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് അതിനെ കവർ ചെയ്തിട്ട് കോട്ടിങ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു നാരെടുത്താൽ നമ്മളുടെ ഒരു മുടിയുടെ ഒരു തിക്നെസ്സൊക്കെ കാണുള്ളൂ. ആ നാര് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ചാൽ, ആ മുടിയുടെ തിക്നെസ്സുള്ള ആ നാരിൻ്റെ 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഉൾഭാഗം അതിനെ കണ്ട് കട്ട് ചെയ്ത് ക്രോസ് സെക്ഷനാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഈ ക്രോസ് സെക്ഷനിൽ നമുക്ക് 2 മെറ്റീരിയലാണുള്ളത്. അപ്പോൾ ആ നാരിൻ്റെ ഉള്ളിൽ 2 മെറ്റീരിയൽസ് ഉണ്ടാവും. ആ 2 മെറ്റീരിയൽസിൽ ഒന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ആ സെൻട്രൽ കോർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യം ഒരു ട്രാൻസ്പെറൻ്റ് ആണെന്ന് വെച്ചാൽ അപ്പുറം കാണുന്ന ഒരു മെറ്റീരിയൽ, ഗ്ലാസ് പോലുള്ള മെറ്റീരിയലാണ്, അതിൻ്റെ നാരാണത്. അപ്പോൾ അതെന്താണ്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിന് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കടത്തിവിടാൻ പറ്റുന്ന രീതിയിലുള്ള ആൾ. ഇനി പുറത്ത് ആ നാരിൻ്റെ തന്നെ പുറത്തൊരു വേറൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു ക്ലാഡിങ് അല്ലെങ്കിൽ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ കോട്ടിങ് കൊടുത്ത മെറ്റീരിയൽ എന്താണ്, അതും ട്രാൻസ്പെറൻ്റ് തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളിലുള്ള ആളെക്കാളും കുറവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാണ് അയാൾ എന്ത് ചെയ്യും, അയാളുടെ അടുത്തത് അയാളിലേക്ക് വരുന്ന പ്രകാശത്തിനെ കടത്തി വിടുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, പ്രതിഫലിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ നാര് നമ്മൾ വളച്ചും തിരിച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാലും ഒരറ്റത്ത് ലൈറ്റ് അടിച്ചു കൊടുത്താൽ ആ ലൈറ്റ് നാരിൻ്റെ വളച്ചും പിടിച്ച് നിർത്താലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയിട്ട് ഇപ്പുറത്തെ എൻഡിലൂടെ വരും. ഇതാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത. അപ്പോൾ നോക്കുക, ഇറ്റ് ഈസ് ഡയമീറ്റർ ഈസ് എ സ്ലൈറ്റ്ലി തിക്കർ ദാൻ ഹ്യൂമൻ ഹെയർ. നമ്മളുടെ മുടിയേക്കാൾ കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വ്യാസം കൂടുതലുണ്ടാകും. ആ നാരിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നാരിൻ്റെ വ്യാസം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രത്യേകത നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഈ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മളിങ്ങനെ പറഞ്ഞ ഈ നാരുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഗ്ലാസ് മെറ്റീരിയൽ ഗ്ലാസിൻ്റെ ഗണത്തിൽ വരും. കാരണം ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഗ്ലാസിൻ്റെ കൂടെ നമ്മൾ അതിനെക്കുറിച്ച് പറയണം. പക്ഷേ ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഫ്ലെക്സിബിളാണ്, വളക്കാനും തിരിക്കാനൊക്കെ പറ്റും ഇയാളെ. രണ്ടാമത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇയാളുടെ ഉപയോഗമാണ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇയാളെക്കുറിച്ച് പറയാനുള്ള കാരണം. അപ്പോൾ നോക്കാം, അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇറ്റ് റെഡ്യൂസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഇൻ ഡാറ്റ ടെലികമ്മ്യൂണിക്കേഷൻ. എന്ന് വെച്ചാൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഫോണിൻ്റെ പരിപാടിയിൽ ആളുകളുടെ സംസാരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനുള്ള, അതേപോലെ ഡാറ്റ ട്രാൻസ്ഫറിങ്, ഡാറ്റകൾ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ റേഡിയേഷൻ വഴി നമ്മളെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഡാറ്റകൾ കടന്നു പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെയാണ്. നമ്മളെ ഫോണിലേക്ക് എത്തുന്നിടത്ത് നമ്മളുടെ ഈ ടവറിൽ നിന്ന് നമ്മളുടെ ഫോണിലേക്കുള്ളിടത്ത് റേഡിയേഷനിലൂടെ വരുന്നു. ടവറിൽ നിന്ന് പിന്നെ അത് സാറ്റലൈറ്റിലേക്ക് എത്തുന്ന അത്രയും ദൂരം ഈ ഡാറ്റ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെയാണ്. പ്രത്യേക സെൻറ്ററുകളിലാണ്. ഒരു ടവറിൽ നിന്ന് BSC എന്ന് പറഞ്ഞ കേന്ദ്രത്തിലേക്ക് എത്തുന്നു, BSCയിൽ നിന്ന് MSCയിലേക്ക് എത്തുന്നു, MSCയിൽ നിന്നാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു, ഈ സാറ്റലൈറ്റിലേക്ക് ഡാറ്റകൾ പോകുന്നത്. അപ്പോൾ അത്രയും ദൂരം, ഒരു ടവറിൽ നിന്ന് MSCയിലേക്ക് എത്തുന്ന അത്രയും ദൂരം ഈ ഡാറ്റകൾ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് കൂടെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വിവിധ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഡാറ്റകൾ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ നമ്മളുടെ ഈ വിവരസാങ്കേതിക രംഗത്തുള്ള അതിൻ്റെ വിതരണം, ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലകൾ നമ്മളുടെ നാട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, ഈ റേഡിയേഷൻ രീതിയിലൂടെ നമ്മൾ ഡാറ്റയെ കടത്തിവിട്ടാൽ ഒരു റേഡിയേഷനും മറ്റൊരു റേഡിയേഷനും കൂടി കൂടുമ്പോൾ അവിടെ 2 പേരും കൂടി അതിവ്യാപനം നടക്കാറുണ്ട്, ഇൻ്റർഫറൻസ് ഉണ്ടാവാറുണ്ട്. ഒരു റേഡിയേഷനെ മറ്റൊരു റേഡിയേഷൻ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഡാറ്റകൾ എന്ത് ചെയ്യുന്നു, ഓരോ സിഗ്നലായിട്ട് റേഡിയേഷനിൽ കൊടുക്കുമ്പോൾ ഈ റേഡിയേഷനുകൾ പരസ്പരം കൂടിയിട്ട് ഇൻ്റർഫിയറൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഉപയോഗിക്കുന്ന ആളുകളുടെയും ഈ ഡാറ്റയുടെയും അളവ് കൂടുന്നതിനനുസരിച്ച് ഇൻ്റർഫറൻസിൻ്റെ അളവും കൂടും. അപ്പോൾ നമ്മൾ അതിനെ കുറക്കാനുള്ളൊരു വഴി കണ്ടതാണ് എന്ത്, റേഡിയേഷനായിട്ട് മാക്സിമം ഡാറ്റ കടത്തിവിടാതെ മാക്സിമം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ലൈറ്റുകളാക്കിയിട്ട് സിഗ്നലിനെ കടത്തിവിടുക. അപ്പോൾ ഇൻ്റർഫറൻസ് വളരെ കുറവായിരിക്കും.
അന്ന് ഇത് നമ്മളുടെ ഡാറ്റ ടെലി കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ സംഭവമാണ് നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉള്ളിലൂടെ ഡാറ്റ ലൈറ്റുകളാക്കി കടത്തി വിടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, സിഗ്നലുകൾ ഇൻ്റർഫെയർ ചെയ്യുന്നതിനെ ഏറ്റവും കൂടുതൽ കുറക്കാൻ പറ്റിയത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. അത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു മേന്മയാണ്. രണ്ടാമത്തത്, ലൈറ്റ് പാസിങ് ത്രൂ ദ ഒപ്റ്റിക്കൽ ഫൈബർ ബൈ ദ ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു രീതി നോക്കാം. ഇവിടുന്ന് ഒരു ലൈറ്റിൻ്റെ 2 സിഗ്നലുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഡാറ്റ, അത് ഫോൺ കോളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആവാം, അല്ലെങ്കിൽ വോയിസ് ആവാം, എന്തും ആവട്ടെ. ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രത്യേക എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ലൈറ്റാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടുന്നു. അപ്പോൾ കിലോമീറ്റർ ദൂരത്തോളം ഈ ഒപ്റ്റിക്കൽ ഫൈബർ വളഞ്ഞു പൊളഞ്ഞ് കിടക്കുന്നുണ്ടാകും. ഈ പുറത്തുനിന്ന് വിട്ട ലൈറ്റ് ഈ കേബിളിനകത്തു കൂടെ, ഈ നാരിനകത്തുനിന്ന് പുറത്തേക്ക് പോവില്ല. ഇതിൻ്റെ ഉള്ളിലൂടെ തെറിച്ച് ഇത് എൻ്റെ എവിടെയാണോ അവിടെ എത്തും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നാരിൻ്റെ നമ്മൾ പറഞ്ഞു 2 മെറ്റീരിയലിൻ്റെ ഉൾഭാഗം ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആളാണ്. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൂടെ സിഗ്നലിനെ കടത്തിവിടും. ആ നാരിൻ്റെ പുറംഭാഗം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ആളാണ്. അപ്പോൾ അവിടെ തട്ടുമ്പോൾ, അറ്റഭാഗത്ത് വന്ന് തട്ടുമ്പം പുറത്തോട്ട് കടത്തി വിടില്ല, തിരിച്ച് പ്രതിഫലിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തട്ടി തെറിച്ച് എന്ത് ചെയ്യുന്നു, ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ അറ്റഭാഗം എവിടെയാണുള്ളത് അവിടെ എത്തുന്നു സിഗ്നൽ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കടത്തി വിടുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഭാസമാണ് എന്ത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ നാരിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് കടന്നു പോകുന്നത് മൊത്ത ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. യൂസസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒന്നാമത്തത്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ OFC യൂസ്ഡ് ഇൻ ഡാറ്റ ടെലി കമ്മ്യൂണിക്കേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത് ഈ നാരുകളെ കൊണ്ട് നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ ഈ നാരുകളുടെ ഒരു ബ്രോഡായ ഒരു വസ്തുവായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ നമ്മൾ ഡാറ്റകളും അതേപോലെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയൊരു ഉപയോഗമാണ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെൻസേഴ്സ് ടു മെഷർ ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര. ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള, അതേപോലെ സ്ട്രെയിന് പോലെയുള്ള സംഗതികളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന സെൻസറുകളിലൊക്കെ നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബറിനെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ലൈറ്റ് ഗൈഡ് ഇൻ മെഡിക്കൽ ഫീൽഡ് ലൈക്ക് ഇൻ കീ ഹോൾ സർജറി. ആരോഗ്യ മേഖലയിൽ, മെഡിക്കൽ ഫീൽഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏതുപോലെയുള്ള കീ ഹോൾ സർജറി പോലെയുള്ള, ഇപ്പം നമുക്ക് നോക്കാം, കീ ഹോൾ സർജറി എന്ന ഒരു സംഭവമാണ് കിഡ്നി സ്റ്റോണിൽ ചെയ്യാറുണ്ട്. അപ്പൻഡിക്സ് പോലെയുള്ള, അപ്പോൾ നമ്മളെ വൻകുടലിലൊരു വളർച്ചയാണ് വെർമിഫോം അപ്പൻഡിക്സ്. ഇത് നമുക്ക് അസ്വസ്ഥത കൂടുമ്പോൾ ആ അപ്പൻഡിക്സ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീ ഹോൾ സർജറി, സാധാരണ സർജറി എന്ന് പറഞ്ഞാൽ വയറുടെ ഒരു ഭാഗം കീറിയിട്ട്, വലിയൊരു കീറിയിട്ട് അതാണ് ചെയ്യാറുള്ളത്. അതിന് പകരം കീ ഹോൾ സർജറി ആണെങ്കിൽ ചെറിയ 2 ഓട്ടകളാണ് ഇടാറുള്ളത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു, 2 ഓട്ടകൾ ഇട്ടിട്ട് ഒരു ഓട്ടയ്ക്കകത്ത് കൂടെ ഒരു പൈപ്പ് എത്തുന്നു. ആ പൈപ്പിനകത്ത് കൂടെ പോകുന്നത് ക്യാമറയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഹോളിനകത്ത് കൂടെ ഇതിനെ കട്ട് ചെയ്യാനും അതിനെ തുന്നാനുള്ള സംവിധാനങ്ങളും കൂടെ ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇരുട്ടിലുള്ള ഈ വൻകുടലിൻ്റെ ഇടയിലുള്ള വെർമിഫോം അപ്പൻഡിക്സിനെ കണ്ടെത്തുന്നതിനുള്ള വെളിച്ചം അങ്ങോട്ട് എത്തുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ നാരിലൂടെയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് നല്ല വെളിച്ചം അടിക്കുന്നുണ്ടോ, ഈ നാരിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം അവിടെ എത്തുന്നത് നമുക്കറിയാം. നാര് വളഞ്ഞു പൊളഞ്ഞാലും അതിൻ്റെ അറ്റത്തു കൂടെ വെളിച്ചം അവിടെ എത്തും. ആ ഭാഗത്ത് തന്നെ ക്യാമറയും ഉണ്ടാവും. നമുക്ക് സ്ക്രീനിലൂടെ വെളിച്ചം നോക്കിയിട്ട് എവിടെയാണ് വെർമിഫോം അപ്പൻഡിക്സ് എന്ന് കണ്ടെത്താം. അത് നേരിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തെ ഹോളിലൂടെ കടത്തി വിട്ടിട്ടുള്ള ആ കട്ടിങ് മെറ്റീരിയലും തുന്നാനുള്ള സംവിധാനവും വെച്ചിട്ട് ഓപ്പറേഷൻ കാര്യങ്ങളും നടത്താം. അത് ചെയ്തിരുന്നു ഈ 2 ഹോളിലൂടെ കാര്യങ്ങൾ നടത്തുന്ന സർജറി. ഇവിടെ നമുക്ക് ലൈറ്റിനെ, വെളിച്ചത്തിന് അവിടെ എത്തിക്കാനുള്ള ഗൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെയാണ്. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ഇൻ ഫോട്ടോവോൾട്ടൈക് സെൽ. ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ആ സെല്ലുകളിൽ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാൻ വേണ്ടി, അതിനെ എനർജി കടത്തിവിടുന്നത് ലൈറ്റായിട്ട് രീതിയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ കടത്തിവിടുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡെക്കറേറ്റീവ് അപ്ലിക്കേഷൻ. അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഷോക്കേസിൽ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയലുകളൊക്കെ, ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, ലൈറ്റിൻ്റെ ആകർഷണത്തിന് വേണ്ടിയിട്ട്, അതിനൊക്കെയുള്ള ഡെക്കറേറ്റീവ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടും ഒപ്റ്റിക്കൽ ഫൈബറിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഗ്ലാസ് എന്ന് പറയുന്ന ഭാഗം
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.